ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം PCOS. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഐ ആം ഡോക്ടർ ശ്രീലക്ഷ്മി ഫ്രം അലോക ആയുർവേദ. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന PCOS ഇപ്പോൾ PMOS എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ആ ഒരു പേര് മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ PCOSനെ കേവലം അണ്ടാശയത്തിൽ, അതായത് ഓവറീസിൽ കാണുന്ന സിസ്റ്റ് മാത്രമല്ല PCOS, അതിനെ ഒരു ഹോൾ മെറ്റബോളിക് ഡിസോർഡറായിട്ട്, എൻഡോക്രൈൻ ഡിസോർഡറായിട്ട് കാണാൻ ഈ ഒരു പേര് മാറ്റത്തിലൂടെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കുള്ള സംശയമാണ് PCOS ഉള്ള സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ കുഞ്ഞിന് ജന്മം നൽകാനും ബുദ്ധിമുട്ടായിരിക്കും. അതൊരു മിഥ്യാധാരണയാണ്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ PCOS അഥവാ PMOSനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് PCOS? PCOS എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടാശയത്തിൽ കാണുന്ന മുഴകൾ മാത്രമല്ല PCOS, പക്ഷേ ഇതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ, അതേപോലെ ശരീരഭാരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഓവുലേഷനിൽ വരുന്ന ക്രമക്കേടുകൾ, മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതായത് ഏത് സമയവും ക്ഷീണം, ഫാറ്റി ലിവർ, അങ്ങനെ എല്ലാം PCOSൽ ഉൾപ്പെടുന്നു. PCOS വരാനുള്ള കാരണം എന്തായിരിക്കും? PCOSന് ഒരേ ഒരു റീസൺ മാത്രമല്ല. ഫസ്റ്റ് റീസൺ പറയുന്നത് ജനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ PCOS ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സെക്കൻഡ് വൺ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് ആക്ച്വലി മേജർ റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ ആൻഡ്രോജൻ എന്നൊരു ഹോർമോണിൻ്റെ അളവ് കൂടും. ആൻഡ്രോജൻ എന്നത് ഒരു മെയിൽ ഹോർമോണാണ്. ഇതിൻ്റെ അളവ് കൂടുമ്പോഴും PCOS വരും. ഈ ആൻഡ്രോജൻ്റെ അളവ് കൂടുമ്പോൾ ഓവുലേഷൻ ഉണ്ടല്ലോ, അത് തടസ്സപ്പെടും. മൂന്നാമത്തെ ഒരു റീസൺ ആണ് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. അത് എല്ലാവർക്കും ഇപ്പോൾ വൈറ്റ് കോളർ ജോബാണല്ലേ. സോ അതുകൊണ്ട് തന്നെ വലിയ എക്സസൈസുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതെ സെഡൻറ്ററി ആയി ഇരിക്കുന്നതും PCOSൻ്റെ ഒരു മേജർ റീസൺ ആണ്. പിന്നെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജോലിഭാരം ഉണ്ടാവാം, ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അങ്ങനെ എല്ലാം സ്ട്രെസ്സിൽ ഉൾപ്പെടുന്നു. സ്ട്രെസ് കൂടുമ്പോഴും PCOS വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അതേപോലെ തന്നെ ലേറ്റ് നൈറ്റ് മൊബൈൽ സ്ക്രോളിംഗ് ചെയ്ത് രാത്രി 12-1 മണി വരെ ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൊണ്ടും PCOS ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള റീസൺസ് ഫോർ PCOS. ഇനി എന്താണ് PCOSൻ്റെ ലക്ഷണങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ, പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് വരുന്നത് തന്നെ പീരിയഡ്സ് ഇറഗുലർ ആകുമ്പോഴാണ്. പീരിയഡ്സ് ഇറഗുലർ ആവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1, 2, 3 മാസം പീരിയഡ്സ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലർക്ക് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ അത് നിൽക്കാൻ പറ്റാതെ ഓവർ ബ്ലീഡിംഗ് ഉള്ള ആ അവസ്ഥ. ശരിക്കും നമുക്കറിയാം 28 ഡേയ്സ് ആണ് ഒരു പീരിയഡ്സിൻ്റെ സൈക്കിൾ. 28 എന്ന് പറയുന്ന ഒരു 30-32 ഒക്കെ ആവാം. പക്ഷേ 35 ദിവസത്തിന് മുകളിൽ ചിലപ്പോൾ ചിലർക്ക് 2-3 മാസത്തോളം പീരിയഡ്സ് ആവാതിരിക്കുന്ന അവസ്ഥ. ഇതാണ് മേജറായിട്ട് എല്ലാ സ്ത്രീകളും കാണിക്കുന്ന ലക്ഷണം. ചിലർക്കാണെങ്കിൽ ഇത് നേരെ തിരിയും. അതായത് ഒരു മാസത്തിൽ തന്നെ 2 തവണയൊക്കെ പീരിയഡ്സ് ആവുന്ന ആൾക്കാർ, ഹെവി ബ്ലീഡിങ്, ഇതും PCOSൻ്റെ ഒരു ലക്ഷണമാണ്. ഇൻഫാക്ട് ഇറഗുലർ മെൻസ്ട്രേഷൻ ആണ് PCOSൻ്റെ ഫസ്റ്റ് ലക്ഷണം. പിന്നെ പല ആൾക്കാർക്കും ചിലപ്പോൾ പീരിയഡ്സ് റെഗുലർ ആയി അവർക്ക് കാണിക്കുന്ന മേജർ സിംറ്റം എന്ന് പറയുന്നത് മുഖക്കുരു ആയിരിക്കാം. അമിതമായിട്ടുള്ള, ഇപ്പോൾ 25 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മുഖക്കുരു പഴയ പോലെ തന്നെ, അതായത് ഒരു പ്യൂബർട്ടി ടൈമിൽ വരുന്ന പോലെ മുഖക്കുരു കാണിക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ PCOSൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ, എസ്പെഷ്യലി അടിവയറിൻ്റെ ആ ഭാഗത്ത് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും PCOSൻ്റെ മറ്റൊരു ലക്ഷണമാണ്. പിന്നെ പല രോഗികളും നമ്മളുടെ അടുത്ത് വരുന്നത് പീരിയഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല അവർ അഡ്രസ്സ് ചെയ്യുക. പലപ്പോഴും മുടികൊഴിച്ചിലായിരിക്കും പ്രധാന ലക്ഷണമായിട്ടുണ്ടാവുക. ഹോർമോണിൽ വരുന്ന വ്യതിയാനം കൊണ്ട് മുടികൊഴിച്ചിലും ഉണ്ടാവാറുണ്ട്. അക്കാൻതോസിസ് നൈഗ്രിക്കൻസ്, ഇങ്ങനത്തെ പേര് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കഴുത്തിലും കക്ഷത്തിലും ഒക്കെ അമിതമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, അതായത് ബ്ലാക്കിഷ് പിഗ്മെൻറ്റേഷൻ വരുന്നതും PCOSൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഈ ഒരു ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു മേജർ സൂചനയാണ്. പിന്നെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ലക്ഷണം ഇൻഫെർട്ടിലിറ്റി, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ട്. എങ്ങനെയാണ് PCOS ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാം? ഓഫ് കോഴ്സ് നമ്മൾ അൾട്രാസൗണ്ട് എന്നൊരു മെത്തേഡാണ് PCOS ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള ഒരു ടൂള്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പല പേഷ്യൻസിനും ചിലപ്പോൾ സിസ്റ്റ് കാണിക്കണമെന്നില്ല, പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ പേഷ്യൻ്റ് കാണിക്കുന്നുണ്ടാവും. അവിടെയാണ് PCOS എന്നുള്ള ആ ഒരു ഡിസീസിൻ്റെ പേരുമാറ്റത്തിൻ്റെ പ്രസക്തി. അതായത് USG സ്കാനിങ്ങിൽ സിസ്റ്റ് കാണാതിരുന്നാൽ ഇത് PCOS അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് PMOS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള ഒരു പേരുമാറ്റം വളരെയധികം ഹെൽപ്ഫുള്ളാണ് രോഗനിർണയത്തിൽ, അതായത് ഡയഗ്നോസിസിൽ എന്ന് നമുക്ക് പറയാൻ കാരണം. രോഗനിർണയം എന്ന് പറയുന്നത് സ്കാനിങ് മാത്രം ആശ്രയിച്ചിട്ടല്ല. നമ്മൾ പ്രോപ്പറായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മെൻസ്ട്രൽ ഹിസ്റ്ററി പ്രോപ്പർ ആണോ എന്ന് നോക്കും. അതായത് കൃത്യമായ ഇടവേളയിൽ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കും. ഓവുലേഷൻ പ്രോപ്പർ ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ശരീരത്തിൽ ആൻഡ്രോജൻ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നും നോക്കും. അതായത് ശരീരത്തിൽ പല ഭാഗങ്ങളിലും അമിതമായിട്ടുള്ള രോമ വളർച്ച, പ്രത്യേകിച്ച് ചുണ്ടിന് ചുറ്റും, താടിയിൽ, അതേപോലെ തന്നെ കക്ഷം, ഈ ഭാഗങ്ങളിലെല്ലാം അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടെങ്കിൽ അതും ആൻഡ്രോജൻ കൂടിയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇറ്റ് ഇസ് കോൾഡ് എസ് ഹിർസൂട്ടിസം. പല PCOS ഉള്ള ആൾക്കാർക്ക് തൈറോയിഡിലും പ്രൊലാക്റ്റിനിലും വേരിയേഷൻ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമോൺ അനാലിസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാലമായിട്ട് PCOS ഉള്ള ആൾക്കാരിൽ കാണിക്കുന്ന മറ്റ് രോഗങ്ങൾ എന്താണെന്ന് പറയാം. ടൈപ്പ് 2 ഡയബറ്റീസ്, ബ്ലഡ് കൊളസ്ട്രോളിൽ വ്യതിയാനം കാണിക്കുന്നതും വെരി കോമൺ ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PCOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ അത് ലിവറിനെ തീർച്ചയായും ബാധിക്കും. ഗ്രേഡ് 1 ഫാറ്റി ലിവർ തൊട്ട് ഗ്രേഡ് 2 ഫാറ്റി ലിവർ വരെ PCOS രോഗികൾക്ക് കാണാം. ഇത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല, ഇത് നമ്മുടെ മനസ്സിനെയും നല്ല രീതിയിൽ ബാധിക്കും. PCOS നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഡിപ്രഷൻ, ആൻസൈറ്റി മുതലായ മാനസിക രോഗങ്ങളിലേക്കും വഴിയൊരുക്കും. മറ്റ് ഗൈനക്കോളജിക്കൽ കംപ്ലൈൻസ് ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ്, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ, ഇങ്ങനത്തെ എല്ലാ ഡിസീസിലേക്കും PCOS പിന്നീട് വഴിയൊരുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ചികിത്സാ രീതികൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, PCOSന് പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യൂർ ഇല്ല. അതുപോലെ തന്നെ PCOSന് വേണ്ടി മാത്രം ഒറ്റൊരു മരുന്ന്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. PCOS ഈ പറഞ്ഞതുപോലെ തന്നെ ഹോൾ ബോഡീനെ ബാധിക്കുന്ന ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അപ്രോച്ച് പലപ്പോഴും സിംറ്റമാറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കാം. ഇപ്പോൾ ചില ആൾക്കാരുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത് മറ്റൊരു സിംറ്റമും കാണിക്കുന്നില്ല, വെയിറ്റ് ഗെയിൻ മാത്രമാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. ആൻഡ് ചില ആൾക്കാരിൽ ഹോർമോണിൽ വരുന്ന വ്യതിയാനവും അതുപോലെ തന്നെ പീരിയഡ്സിൽ വരുന്ന വേരിയേഷൻസ് ആയിരിക്കും. അപ്പോൾ പീരിയഡ്സ് റെഗുലർ ആക്കുക എന്നുള്ളതായിരിക്കാം മേജർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. ജങ്ക് ഫുഡ് കഴിക്കുന്നത് പീരിയഡ്സിൻ്റെ ഒരു മേജർ കോസേറ്റീവ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് ഒരു ക്രാഷ് ഡയറ്റിലേക്ക് എടുക്കും. പക്ഷേ പട്ടിണി കിടന്നും ക്രാഷ് ഡയറ്റ് എടുത്തിട്ടും ഒരിക്കലും PCOS മാറ്റാനായിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് ഇതൊരു ക്രോണിക് ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ക്രാഷ് ഡയറ്റ് എടുത്ത് 10-15 കിലോ 2 മാസം കൊണ്ട് കുറയ്ക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ 5% വെയിറ്റ് വളരെ ഗ്രാജുവലായിട്ട് കുറയ്ക്കുന്നത്. 5% തൊട്ട് 10% വെയിറ്റ് റിഡക്ഷൻ തന്നെ PCOSൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്ടിണി കിടക്കണ്ട, അതിന് പകരം നമുക്ക് ഹെൽത്തി പ്ലേറ്റ് എന്നുള്ളൊരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം വെജിറ്റബിൾ, 1/4 ഭാഗം പ്രോട്ടീൻ, വെറും 1/4 ഭാഗം മാത്രം കാർബോഹൈഡ്രേറ്റ്സ്. ഈ പ്രോട്ടീനിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? മുട്ട, ചിക്കൻ, മീൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇഫ് യു ആർ എ വെജിറ്റേറിയൻ യു ക്യാൻ ഇൻക്ലൂഡ് പനീർ. പിന്നെ പയറുവർഗ്ഗങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതാണ് PCOSലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്നറിയോ? ഷുഗർ ക്രേവിങ്സ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ബേക്കറി പലഹാരങ്ങളും മാക്സിമം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാം ഇപ്പം എല്ലാവരും പൊരിച്ചതിനേക്കാൾ പുഴുങ്ങിയത് പ്രിഫർ ചെയ്യണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. സോ അത് തന്നെയാണ് ഐഡിയൽ ആയിട്ടുള്ള PCOSന്റെ ഡയറ്റ് പ്ലാൻ. പണിയെടുക്കാതെ PCOS മാറ്റാം എന്നുള്ള പ്രതീക്ഷയും വേണ്ട. എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൽ ആദ്യം തന്നെ വളരെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബ്രിസ്ക് വാക്കിംഗ് ഇസ് മോർ ദാൻ ഇനഫ്. പിന്നെ യോഗ പോലത്തെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്തുകൊണ്ട് എനിക്ക് മുടി കൊഴിയുന്നു, എന്തുകൊണ്ട് എനിക്ക് തടി കുറയുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ പീരിയഡ്സ് ഇറഗുലർ ആവുന്നു, എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ നിരന്തരം ഒത്തിരി ആശങ്കകളും ക്വസ്റ്റ്യൻസും ആയിരിക്കും PCOS രോഗികൾക്ക്. ഇഫ് നിങ്ങൾക്ക് മാനസികമായിട്ട് ആരെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ ഒരിക്കലും മടി കാണിക്കും. PCOS ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യാനേ പറ്റില്ലേ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ലേ, ഇതെല്ലാം വെറും മിഥ്യാധാരണകളാണ്. കാരണം PCOS ഉള്ള ആൾക്കാരിൽ അവരുടെ ഹോർമോണിൽ ചെറിയ വേരിയേഷൻസ് നടത്തിയാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് കൺസീവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് PCOSൽ എന്നും കൂടെ പറയാം. ആയുർവേദത്തിൽ PCOS അല്ലെങ്കിൽ PMOS എന്ന് പറഞ്ഞ പേരായിട്ട് ഒരു ഡിസീസ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം ബാധിക്കുന്ന ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ആർത്തവദൃഷ്ടി, നഷ്ടാർത്തവം, ശോധോരോധം, അഗ്നിമാന്ദ്യം, അങ്ങനെ പല രീതിയിലാണ് PCOSനെ ഒരു ആയുർവേദ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത്. PCOSന്റെ ചികിത്സ ഈ പറഞ്ഞ രീതിയിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് PCOS എന്ന് പറയുന്നത് ഒരു ശാപമല്ല. അത് സ്ത്രീകളുടെ ശരീരം നമ്മളോട് പറയുന്ന കുറച്ച് സന്ദേശങ്ങളാണ്. നിങ്ങളുടെ ഉറക്കം ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കൂ, നിങ്ങളുടെ വെയിറ്റ് ക്രമീകരിക്കൂ എന്നൊക്കെ നമ്മുടെ ബോഡി പറയുന്ന കുറച്ച് വാർണിംഗ്സ് ആണ് PCOS. സോ അത് ഇഗ്നോർ ചെയ്യേണ്ട, കൃത്യമായി തന്നെ അതിന്റെ ചികിത്സയും നേടും. അലോക ആയുർവേദയിൽ PCOSനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഒവേറിയൻ സിൻഡ്രോം എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ വെൽബീയിങ് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ്സിനായി ഡു ഫോളോ അലോക ആയുർവേദ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി.